ബത്ലഹേം കുടുംബ യൂണിറ്റ്. നീ കണ്ട കൃഷ്ണൻകുട്ടി എങ്ങനെ വല്ല ഗതിയും പിടിച്ചാണ് വന്നേക്കണത്? ഉണ്ണികൃഷ്ണ, നിന്നോട് ഞാൻ എന്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടാ ഉണ്ണികൃഷ്ണ? കേരളത്തിലെ എല്ലാ കുടുംബങ്ങളും ഈ ഒരു യൂണിറ്റ് ഏറ്റെടുക്കുന്നുള്ളത് ഉറപ്പായി. എന്താ കാര്യം? ഇത് പടം മെഗാ ഹിറ്റ് അല്ലേ? ശരിക്കും ബത്ലഹേം കുടുംബ യൂണിറ്റ്. യു ബ്യൂട്ടി, വാട്ട് എ ഫിലിം, എ ഗിരീഷ് ഷേഡി വണ്ടർ. സംഭവം കിട്ടിക്കിട്ടുണ്ട്. സച്ച് ആൻ എന്റർടൈൻമെന്റ്. അതായത് ഗിരീഷ് ഷെട്ടിയുടെ സ്റ്റൈലുള്ള, നമുക്ക് ചിരിക്കാൻ അത്രയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റെഫറൻസുകൾ വെച്ചിട്ടുള്ള പ്രേം ലൂണൊക്കെ തന്നെ കിട്ടില്ല പടം. കലക്കിന്ന് പറഞ്ഞാ പോരെ, കലക്കി. 2 മണിക്കൂർ 37 മിനിറ്റ് ഗിരീഷ് ഷേഡിയുടെ ഈ ഒരു കഥയെ സൃഷ്ടിച്ചിരിക്കുന്ന ഈ ഒരു വേൾഡിനകത്തേക്ക് ആ കഥാപാത്രങ്ങളുടെ കൂടെ നമ്മൾ അങ്ങ് ഔട്ട് ഓഫ് ദ വേൾഡ് ആയി പോകും. വെറുതെ പറയല്ല, എജാതി ഫീൽ ഗുഡ് സാധനോടെ എന്താ പറയാ, നമ്മുടെ മനസ്സ് നിറയും. കിട്ടി, ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. നല്ല അസല് സദ്യ ഉണ്ട് എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ്. ഒരുപാട് ചിരിക്കാണ്ട്. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ചിരിച്ചില്ല. ചിരിച്ച് മറഞ്ഞു എന്ന് പറഞ്ഞാൽ പറയാം, അത്രയും ഹ്യൂമറുള്ളൊരു പടമാണ്. നമ്മൾ ഈ പണ്ട് സത്യനന്ദിക്കാട്, പ്രിയദർശൻ എന്നൊക്കെ പറയുന്ന പോലെ ഗിരീഷ് ഷേഡി ആ ലെവലായിട്ട് ഈ പറഞ്ഞത് ന്യായം, അതാണ് സത്യം. ഫാമിലി കോമഡി പടങ്ങൾ ചെയ്യാൻ എന്ത് രസമായിട്ടാണ് അങ്ങനെ കോമഡി ചെയ്തേക്കണ ഈ സിനിമയില്. അതുപോലത്തെ എഴുത്താണ്, അതുപോലത്തെ ക്യാരക്ടേഴ്സ് ആണ്, അതുപോലത്തെ സിറ്റുവേഷൻസ് ആണ്. ഇതിന്റെ മൊത്തം സിനാരിയോ അങ്ങനെയാണ്. നീ ആ കയ്യങ്ങട് തന്നെ. എന്തായാലും കലക്കിട, നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. 100-ൽ 100 മാർക്കാ നിനക്ക്. ആ പെങ്കൊച്ച് എപ്പോ നോക്കിയാലും നിന്നെ തന്നെയാണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മമിതയും നിവിൻ പോളിയും തമ്മിലുള്ള ആ ഒരു ഏജ് ഡിഫറൻസ്, അതിന്റെ പേരിലുള്ള ലവ് സ്റ്റോറി തന്നെയാണ് സിനിമയുടെ ഒരു ബേസിക് ലൈനെങ്കിലും ഇതിന്റെ ഇടയിൽ കൊടുത്തിട്ടുള്ള എല്ലാ ഹ്യൂമറും ഈ പടത്തിൽ വർക്കായിട്ടുണ്ട്. വളരെ ശരിയാണ് കേട്ടോ. കോമഡി കണ്ട ആവശ്യത്തിന് നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവും. ആ ഒരു റോം കോം സാധനം കിട്ടി. നിവിൻ പോളി മമിത കോംബോ അടിപൊളി. ഇത് കൂടെ ഇനി എന്താ വേണ്ട മച്ചാൻ? അത് ഒരളിയാ. ഓരോ ഫ്രെയിംസ് നിവിനെ കാണാനും മമിതയെ കാണാനായാലും ഭയങ്കര രസമാണ്. എടോ, ഈ നിവിനെയാണോ എനിക്കിഷ്ടം. ഈ നിവിനെ കാണാനാണ് നമ്മൾ കാത്തിരിക്കുന്നതെന്ന് പറയുന്ന പോലെ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ആശ്ലീനൊന്നും കണ്ടില്ല. കൺഗ്രാറ്റ്സ്. വെടിവെച്ച പൊട്ടാത്ത കാര്യം പറയാൻ നീ കുലുക്കി. ഈ മമിത നിവിൻ പോളി ആ ഒരു കഥയ്ക്ക് അനുയോജ്യമാണ് ആ ഒരു കാസ്റ്റ്. ഞങ്ങൾ ആരും കുറ്റം പറയില്ല. നിവിനെ കാണാനും മമിതയെ കാണാനായാലും ഭയങ്കര രസമുണ്ട്. ഓരോ ഫ്രെയിംസ്, മ്യൂസിക് ആയാലും നമുക്കൊന്നും പറയാനില്ല. എവിടെ പ്ലേസ് ചെയ്തേക്കുന്നത് അതെല്ലാം കിടിലനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ആണേലും സെക്കൻഡ് ഹാഫും എല്ലാം ഒന്നിനൊന്നും മെച്ചം. എന്താ പറയുന്നത്, നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും പടം കണ്ടിട്ട് ഇറങ്ങുമ്പോഴത്തേക്കിനും. സംഭവം കാലക്കുണ്ട്. അതെ, ഇനി കളിയല്ലാത്തൊരു കാര്യം പറയാം. വിന്റേജ് നിവിൻ പോളിനെ തിരിച്ചു കിട്ടി. മമിത ബൈജു അടിപൊളി. ബാക്കി എല്ലാ സപ്പോർട്ടിംഗ് കഥാപാത്രങ്ങളും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി തിയേറ്ററിൽ ഒരു ഫാമിലിയുടെ ഒഴുക്കായിരിക്കും. മിക്കവാറും ഒരു 100-150-200 കോടി തൂക്കമുള്ള എല്ലാ ചാൻസ് ഉണ്ട്. അതിനിപ്പോ എന്താ ആലോചിക്കാനിരിക്കണേ? അതിനാർക്കവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്? മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള തെളിവാണ് ഇതൊക്കെ. ഇനി ഇവിടെ ഒരുത്തരും ഇറങ്ങില്ല. എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് സാറ് മതി ഞങ്ങൾക്ക്. അപ്പൊ പ്രതീക്ഷിച്ച പോലെ തന്നെ പ്രതീക്ഷകൾക്കൊന്നും ഒരു തെറ്റിലും സംഭവിച്ചിട്ടില്ല. എന്താന്ന് പറയൂ. ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഈ വർഷം ഓണം നിവിൻ പോളി തൂക്കി. അതാണ് തൂക്കി ഓണം വിന്നർ. അത് ബത്ലഹേം തന്നെ. അത് തന്നെ. സോ ഒരു ഗംഭീരമായിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ്, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ടുള്ള ഒരു സിനിമ. ഈ പടം നിങ്ങൾ പോയി കാണുക, എൻജോയ് ചെയ്യുക. പൊളി വൈബാണ്. അത് ശരി. നിന്റെ തിരുവിഷ്ട അതാണെങ്കിൽ അതങ്ങ് നിറവേറട്ടെ. പുറത്ത് വണ്ടി റെഡിയാണോ? വിടുന്ന വണ്ടി സിനിമ തിയേറ്ററിലേക്ക്.